ഹലോ ഫ്രണ്ട്സ്, KGF സീരീസിന് ശേഷം പ്രഭാസ്, പൃഥ്വിരാജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി പ്രശാന്ത് നീൽ സംവിധാനം ചെയ്തൊരുക്കിയ സിനിമയായിരുന്നു സലാർ. വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് തിയേറ്ററിലേക്ക് എത്തിയ സിനിമയ്ക്ക് ഹൈപ്പിനോട് നീതി പുലർത്താൻ സാധിച്ചിരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം പ്രശാന്ത് നീൽ ഉണ്ടാക്കി വെച്ച മാസ്റ്റർ പീസ് ഐറ്റമായ KGF സീരീസ് തന്നെയാണ്. എന്നാൽ സലാർ എന്ന സിനിമയെ മാത്രം നമ്മൾ പരിഗണിക്കുമ്പോൾ ഒരിക്കലും അതൊരു മോശം സിനിമ ആവുന്നില്ല എന്നതാണ് സത്യം. OTT റിലീസിന് ശേഷം തിയേറ്ററിൽ കിട്ടിയതിനേക്കാൾ നല്ല അഭിപ്രായങ്ങളാണ് സിനിമ സ്വന്തമാക്കിയത്. എനിക്കും പേഴ്സണലി OTTയിൽ കണ്ടപ്പോൾ സലാർ എന്ന ചിത്രം കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ഓവർ ഹൈപ്പും KGF ലെവൽ പ്രതീക്ഷിച്ചതുകൊണ്ടുമാവാം സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ പലർക്കും വർക്കാവാതെ പോയത്. 270 കോടിയോളം മുതൽ മുടക്ക് കണക്കാക്കുന്ന സിനിമ ബോക്സ് ഓഫീസിൽ നേടിയ ഫൈനൽ കളക്ഷൻ നമുക്ക് നോക്കാം. കേരളത്തിൽ നിന്ന് 17 കോടി 18 ലക്ഷം രൂപയാണ് ചിത്രം നേടിയിട്ടുള്ളത്. തെലുങ്കിൽ നിന്ന് 217 കോടി 88 ലക്ഷം രൂപയും നോർത്ത് ഇന്ത്യയിൽ നിന്ന് 151 കോടി 75 ലക്ഷം രൂപയും ചിത്രം നേടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ആകെ മൊത്തത്തിൽ 481 കോടി രൂപയും ഓവർസീസിൽ നിന്ന് ആകെ 134 കോടി രൂപയും ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. സലാറിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ 615 കോടി രൂപയോളമാണ്. മിക്സഡ് നെഗറ്റീവ് റിവ്യൂകൾക്കിടയിലും നല്ലൊരു കളക്ഷൻ നേടി എബോ ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസും വേൾഡ് വൈഡായി ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. പ്രീ ബിസിനസ് എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ ലാഭം തന്നെയാണ് സലാർ പാർട്ട് 1 സീസ് ഫെയർ എന്ന ചിത്രം. അപ്പോൾ സലാർ പാർട്ട് 1നെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ പങ്കുവെക്കുക. അതുപോലെ സലാറിന്റെ പാർട്ട് 2 ആയ ശൗര്യാംഗ പർവ്വത്തിനായി ആരൊക്കെ കാത്തിരിക്കുന്നുണ്ടെന്നും താഴെ പങ്കുവെക്കുക.